ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മണാലി സീരീസിലെ എപ്പിസോഡ് 3 ആണ്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് എവിടെയെന്ന് പറയുമ്പോൾ മണാലി എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് മണാലി എത്തിയിട്ടാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഡൽഹി റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എടുത്ത വ്ളോഗാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി അടുത്ത വ്ളോഗിൽ എപ്പിസോഡിലാണ് നമ്മൾ ഈ മണാലി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. നമ്മൾ ചെക്കന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ മറ്റേ ട്രാവലർ എന്തായാലും പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കാണ്. ഈ ഇവിടെ ഒരു പ്രത്യേകത ടൈപ്പുള്ള ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, കണ്ടോ? കാണിച്ചു തരാം കേട്ടോ. അത് പോകുന്നുണ്ടല്ലോ. അത് കണ്ടോ, ഒരു വെറൈറ്റി മോഡൽ ഇതാണല്ലേ. എന്താ കോട്ടാ എനിക്ക് പറയാനുള്ളത്? ഒന്നും പറയാല്ലേ. ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുന്ന ഭാഗത്ത് കാണിക്കാം. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, ജുമാ മസ്ജിദിൻ്റെ ഉള്ളിലാണ് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നെടുക്കണ ഇത് നോക്കുകയാണ്, കിട്ടണില്ല. ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ എന്തൊക്കെ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ കവാടാണ് കേട്ടത്. നമ്മൾ അതിൽ കൂടെയാണ് കയറി വന്നത്. അവിടെയൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫോൺ സേഫ് അല്ല, പോവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഫോൺ അധികം എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കവാടം. പക്ഷേ അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്കാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സായലും റിസ്വാനൊക്കെ പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊയിലേരി ആയിക്കണു കേട്ടോ സായലെ, ഈ മൊയിലേരി ആയിക്കണു. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആരാ നിൽക്കണ്ടായിരുന്നു ഇതിന് മുകളിൽ? കത്തി. ഇമാമ തോന്നുന്നല്ലേ? ഇമാമ സെക്യൂരിറ്റി ആണ്. ഇതായി കാണാൻ അതിൻ്റെ മുകളിൽ നിന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഷൂസൊക്കെ ഒരു ഭാഗത്ത് വെക്കണം കേട്ടോ, എന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ മാർബിളിലൊക്കെ ചുട്ടപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ സ്ഥലം, എൻ്റെ പൊന്നെ. ഇവിടുന്ന് അങ്ങോട്ടും ഗൈസ്. ഇതുമൊക്കെ തൊടുമ്പോൾ നല്ല തണുപ്പ്. ഇതെന്താ കല്ല? ഇതെന്തോ ഒരു സംഭവം കല്ല് പോലത്തെ. ഓ, ഫുള്ള് നല്ല തണുപ്പ്. കണ്ടിട്ട് ഇപ്പോൾ എന്തൊരു കൊട്ടാരം പോലെ ഇട്ടില്ലേ. സോക്സ് ഇട്ടിട്ട് നടക്കുന്നുണ്ടോ? സോക്സ് ഇടാത്തൊക്കെ വരെ നല്ല തണുപ്പാ. നമുക്ക് എങ്ങനെയുണ്ട്? ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പള്ളി കാണണം. നമ്മുടെ ഗാന്ധി ഓതുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് പോയോക്കാം, ഈ റൂട്ട് പോയോക്കാം കേട്ടോ. ഇവിടെ കുറേ പേര് നിസ്കരിക്കുകയാണ്. ഓ, ഫ്രണ്ടിട്ടുള്ള വൈബ്. അത് ഫ്രണ്ട് ഗേറ്റ്. ഓ മാൻ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതേപോലത്തെ സ്ഥലങ്ങൾ തന്നെ, ഇതേ സെയിം സ്ഥലമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഇനി ഇവിടുന്ന് ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. നമ്മൾ അതിൽ കൂടെയാണ് കയറിയത്. നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങണത് കേട്ടോ. ഇവിടുന്ന് ഫോൺ ഡേഞ്ചറാണ്, അപ്പോൾ അധികം ഫോൺ എടുക്കണില്ല. അപ്പോൾ നമ്മളിതാ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. ഫുള്ള് ക്രൗഡാണ്. ഞാൻ ചിലപ്പോൾ ഫോൺ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കണില്ല കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നിക്കാണ്. അപ്പോൾ നമുക്ക് എന്തോ സലാഡ് പോലെ സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന ഇപ്പല്ലേ, ഈ കാണുന്ന ഇപ്പ, ആ ഇപ്പയാണ് ഇവിടെ ചിക്കൻ ഉണ്ടാക്കണത്. ഇത് ഫേമസ് സ്ഥലം എന്താണ്? ഫേമസ് മുഹമ്മദ് ഹുസൈൻ. അതെന്താ സംഭവം? ഫേമസ് ഇരുന്നിങ്ങനെ ആള് കേട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പാന്റെ ചിക്കൻ കബാബല്ലേ, റുമാലി റൊട്ടിയും ഉപ്പാപ്പാന്റെ കബാബും. ഇറച്ചി വന്നു. ഇതാണ് സാധനം നമ്മുടെ. ഫസ്റ്റ് നമ്മളിങ്ങനെ ഒരു ചെറിയ പൊട്ടെടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നേരെ റെഡ് ഫോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഓട്ടോയിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് തന്നെ റെഡ് ഫോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് റെഡ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഓട്ടോറിക്ഷയിൽ അവിടെ നിന്നെ എന്താ പറയുക? ഓട്ടോറിക്ഷ എന്നാ സൈക്കിളോ? ഒന്നും നോക്കില്ല. ഓരോ വണ്ടികളുടെ അല്ലേ, പിന്നെ പുറകെ നോക്കി ഉള്ളവരൊക്കെ ഒരു വെളിവില്ലാണ്ട് പോണ്. ഒരു വെളിവില്ലാണ്ട് എങ്ങടൊക്കെ പോണ് വഴി കണ്ടോ, പോണുണ്ടില്ലേ. ഫോട്ടോ ഇറക്കിയിട്ട് ഇപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിക്ക് നടക്കുകയാണ് കേട്ടോ. അവിടെ എവിടെയാണ് ഇതിൻ്റെ എൻട്രി? പക്ഷേ റെഡ് ഫോർട്ടിൻ്റെ മുന്നിൽ, ഇത് മുന്നേ ഒന്നും അറിയില്ല കേട്ടോ, അവിടെ പോയാലേ അറിയുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളിനി മുന്നിക്ക് പോകണോ? അപ്പോൾ മുന്നിക്ക് പോകണമെന്ന് പറയുന്നത്. എന്ത് വലിപ്പാടത്? ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ മഷറോ? നല്ല കല്ലാണ്. നല്ല കല്ല? പൊട്ടണല്ല.
എന്താ ഇതിനെ കുറിച്ച് അഭിപ്രായം? ഇക്കൊന്നും അറിയില്ല. എന്താ എന്തിനും പറഞ്ഞാട്ടേ. അവനൊന്നും അറിയില്ല. ക്ലാസ്സിൽ മാത്രം ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ അതിന്റെ ഉമ്മറത്തേക്ക് നടന്നുകൊണ്ടാണ്. ഇവിടെ ഒക്കെ ഫോൺ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. ഓ നല്ല രസമുണ്ട് കേട്ടോ. ഓ നമ്മൾ അതിന്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത്. നല്ല ക്രൗഡ് ഉണ്ട് അവിടെ. ഓ ഫുള്ള് പറവകള് പറക്കട്ടതിന്റെ മുകളിൽ കൂടെ നല്ല ക്രൗഡ് ഉണ്ട്. ആ പിന്നെ എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെയാ പറക്കണ് പറയ്. പരുന്തോ? പ്രാവുണ്ട്. പ്രാവ്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ തമ്മിച്ചൊക്കെ ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മള് ക്യൂല് നിന്നിട്ടാണ് നമ്മള് റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോണത് കേട്ടോ. ഞാന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ വ്ളോഗ് എടുക്കണത്. കാരണം നമ്മുടെ ഫോൺ എപ്പോഴും അടിച്ചുകൊണ്ട് പോകാന്ന് അറിയില്ല. ഇവിടുന്ന് അടിച്ചോണ്ട് പോകാൻ അറിയില്ല. എന്നാലും പേടി പുറത്തുനിന്നല്ല നമ്മള്. അപ്പൊ നമ്മള് റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അവിടെയാണ് കവാടം. അപ്പൊ നമ്മള് അതിന്റെ ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറാൻ പോവാണ്. ഓ കൊറേ പറവകളുണ്ട് ഇതിന്റെ മുകളിൽ. ഫുള്ള് ചുവപ്പ് കളറ്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക ചുവപ്പ് കളറില്ല അൻസേ. പക്ഷെ നമ്മൾ ഈ ക്യാമറയിൽ നോക്കുമ്പോൾ ചുവപ്പ് പോലെ അല്ല. പക്ഷെ പുറമേക്ക് നോക്കുമ്പോൾ ഫുള്ള് ചുവപ്പ് കളറ്. കുറെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്. കുറെ അടിച്ചുകൊണ്ട് വരുന്ന ടീംസ് ഉണ്ട് ഫോണ്. അപ്പൊ സൂക്ഷിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അവിടെ എന്തോ സംഭവം. ഇതിന്റെ ഉള്ളില് പിന്നെ കുറെ ഇതുണ്ട് വിൽക്കണ സാധനങ്ങള്. എന്റെ ഫോണ് കൊണ്ടുപോടാ. ഫോണൊക്കെ ടൈറ്റിലാ പിടിക്കുന്നത്. ഓ ഇവിടെ ഒക്കെ ഇങ്ങനെ ഗിൽറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പേഴ്സ് ഫുള്ള് ഇങ്ങനെ കണ്ടോ. അങ്ങനത്തെ ഐറ്റംസ് തൊപ്പി അത് ഇതൊക്കെ ഇവിടെ ഉള്ളിൽ വെക്കുന്നുണ്ട്. നമ്മൾ അത് കൂടെയാണ് ഇപ്പൊ കടന്നു വന്നത്. ഓ ഇവിടെ നോക്ക് നമ്മുടെ റെഡ് ഫോർട്ടിന്റെ ആ ഒരു മതിലാണ് കാണുന്നത്. എന്താല്ലേ എന്ത് വലിപ്പ. അപ്പൊ നമ്മളിങ്ങനെ വിശാലായിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കുറെ ടീംസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതുപോലെ ഇതാ ഗാർഡനൊക്കെ ഫുൾ ടൈം വൃത്തിയാക്കല. ഇനി നമുക്ക് അങ്ങോട്ടും പോയേക്കാം. അവിടെ എന്താ അവസ്ഥ നോക്കാം. നമ്മുടെ ചെക്കന്മാരൊക്കെ അത് അവിടെ ഉണ്ട്. കുറച്ച് പിക്ക് അടിക്കട്ടെ പോയിട്ട്. നമ്മൾ ആ കവാടത്തിന്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇതേ നടക്കണത്. ഇതിന്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫുള്ള് ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളാണ്. അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതിന്റെ ഉള്ളിൽ. അല്ലാണ്ട് വലിയ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് എന്താ പോയിട്ട് നോക്കാം. ഓ അങ്ങടെ പോണ്. ഇതിന്റെ ഉള്ളിൽ എന്താ കണ്ട. അതിന്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോവാ. ഓ ഫോട്ടോ എടുക്കാം അതിന്റെ ഉള്ളിൽ പോയിട്ട്. ഇവിടെ എന്താ സംഭവം അറിയില്ല. ഓ വിശാലമായ സ്ഥലം. ഇവിടെ നിന്നിട്ട് നല്ല പിക്കോൾ എടുക്കാം. ഇവിടെ അധികം നേരം നിൽക്കണില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഓ ഇവരിപ്പോ തന്നെ ഗ്ലാസ് പട്ടി. ഇവരെ ഗ്ലാസ് വാങ്ങി കഴിഞ്ഞില്ല എപ്പോഴും. ഗ്ലാസ് വാങ്ങി കഴിഞ്ഞില്ല എപ്പോഴും. ഓ കളിപ്പിച്ചു. ഇതെടുത്ത് അതിനെത്ര 200? പക്ഷെ ഞങ്ങളിത് 80 രൂപയ്ക്കാണ് ബാർഗൈൻ ചെയ്ത് മേടിച്ചത്. ഓ കഴിവ്. ഓ സുധിയ കളിപ്പിച്ചു. ഡാൻസറാണ് കറക്റ്റ് ഡാൻസർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ചങ്ങായൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. തലപ്പാവൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ രൂപത്തിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ ഗ്ലാസ്സുകള് കിത്തിനാ ഗ്ലാസ് ബൈ 150. ഇതിന്റെ ഉള്ളിൽ മൊത്തം എന്താണ് ചുമരുകളാണ്. ഫുള്ള് ചുമരുകളാണ്. അപ്പൊ അങ്ങോട്ട് പോണില്ല. അവരൊക്കെ പോയി ചെക്കന്മാര് പോയി എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നടക്കണ്ടേ വെച്ചിട്ട് ഒന്നുമില്ല. എന്നാലും അപ്പോൾ അവിടെയൊക്കെ ഇതുപോലത്തെ ചുമരുകൾ തന്നെ വെറുതെ ഇങ്ങനെ നടക്കാം വിശാലമായിട്ട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമ്മൾ ഇതിന്റെ എൻട്രി ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ ഇനി ലോട്ടസ് ടെമ്പിൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കി. ഇനി അപ്പോൾ ഞങ്ങൾ റെഡ് ഫോർട്ടിൽ നിന്ന് ഇപ്പോൾ നേരെ പുറത്തിറങ്ങുകയാണ്. ഇനി ലോട്ടസ് ടെമ്പിളാണ് പോണത്. നമ്മളിപ്പോൾ ഈ വഴിയോരങ്ങൾ കൂടെ എക്സിറ്റ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ചെക്കന്മാരായിട്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഈ സ്ഥലത്ത് നല്ല പറ്റിയോ? ഇഷ്ടമായോ? പിന്നെ ഇവരൊക്കെ നല്ല പിക്ക് എടുത്തു. ഞാൻ എടുത്തില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇവിടെ ഇതെന്താ സൊറാജിനി ഒന്ന് പറയും. സരോജിനി പറഞ്ഞ മാർക്കറ്റിലേക്കാണ് പോണ്. ഇവിടെയാണ് മെയിനായിട്ട് ഫോണൊക്കെ പോണ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ലോട്ടസ് ടെമ്പിൾ മണാലി പോയതിൻ്റെ ലാസ്റ്റ് ദിവസം ലോട്ടസ് ടെമ്പിൾ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം സമയം 6 മണിയായി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇനി അവിടെ നമ്മൾ ഫോൺ എടുക്കില്ല. കാരണം ഫോണ് കക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് ശ്രദ്ധിക്കണം. ഫോണൊക്കെ സേഫ് ആക്കി പോക്കറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പോയാൽ മാർക്കറ്റിലേക്കാണ് നടന്നു പോണ് ഞങ്ങള്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ വണ്ടി ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ നേരെ നടന്നിട്ട് പോയി ഷോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 8:15 ഞങ്ങൾ തിരിച്ച് ട്രാവലർ കയറി ഇനി മണാലിക്ക് പോകാനാണ് പോണത്. ഫോണൊന്നും അധികം എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഫോൺ എടുത്ത സീനാണ്. ഇവിടെ ചെക്കന്മാരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. കുറേ പേര് ട്രാവലറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി മണാലിക്ക് പോകാൻ പോവാണ്.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ മണാലി പോകാനാണ് പ്ലാൻ. എത്ര 11:54 12 മണിയായി. ഗ്ലൗസ് ഒക്കെ ഇട്ട് ആകെ തണുത്ത് പറക്കിയതിൻ്റെ ഉള്ളിൽ. കണക്കുണ്ടോ സിദ്ധി? കണക്കുണ്ടോ? തണുപ്പുണ്ട്, കുറവുണ്ട്. അസ്ലമിനോ തണുപ്പുണ്ടോ? എന്താ പാട്? കണക്കുണ്ടോ? ഓരോ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ ഫുഡ് വാങ്ങാൻ അവിടെ വരിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ സാധനം? കച്ചമ്പറോ? ഇത് റൈത്താണ്. റൈത്തോ? ഇതെന്താ ബിരിയാണി? ഇതെന്താ ഒരു ഇതെന്താ ഇതെന്താ? ഗോബി മഞ്ചൂരി. ഇതെന്താ? എന്തൊക്കെ സാധനങ്ങള്. ആഹാ, ബൈക്കുണ്ടോ? ബൈക്കുണ്ടോ? നല്ല വിശപ്പുണ്ടോ? അപ്പോൾ എന്തൊക്കെയാ ഫുഡ് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാനെ ഞാനുണ്ട് ഫുഡ് ഇഷ്ടമായോ? ഫ്രൈഡ് റൈസ്, പിന്നെ എന്തൊക്കെയാണ്, ഗോബി മഞ്ചൂരി, ബട്ടർ നാനി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് നേരെ മണാലി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗിലാണ് ചേട്ടാ.